പടക്കളം, ഇത് കളിക്കളം. ഇപ്പം മനു സ്വരാജ് സംവിധാനം ചെയ്ത പടക്കളം മൂവി ഇന്നലെ നമ്മൾ രാംദാസ് തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. സെക്കൻഡ് ഷോ. പടത്തിന് അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വെക്കേഷനിൽ ഇറങ്ങിയ മൂവീസ്, ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ഇറങ്ങിയ മൂവീസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവീസാണ്. ഈ പടം എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ മൂവിയായിരുന്നു. അത്യാവശ്യം പടക്കളം കണ്ട് കുറച്ചൊക്കെ നമ്മൾ ചിരിച്ച്. അപ്പോൾ പടത്തിലേക്ക് വരികയാണെങ്കിൽ മനു സ്വരാജാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റേഴ്സ് വരുന്നത് നിതിൻ സി ബാബു ആൻഡ് മനു സ്വരാജ്. ഒരാളും കൂടി 2 പേരും കൂടിയാണ് ഈ പടം റൈറ്റ് ചെയ്തിട്ടുള്ളത്. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിഹാസ മൂവി കണ്ട ആളുകളുണ്ട്. നമ്മുടെ ഷൈൻ ടോം ചാക്കോയും നമ്മുടെ ബാലു വർഗീസും കൂടി അഭിനയിച്ചൊരു പടമായിരുന്നു. പടം വിജയിച്ച മൂവിയായിരുന്നു. അന്നൊരു നല്ല രീതിയിൽ അത്യാവശ്യം തിയേറ്ററുകൾ കളിച്ചൊരു മൂവിയായിരുന്നു. മെല്ലെ വന്ന് ഹിറ്റടിച്ച് പോയൊരു മൂവിയാണ്. ആ പടം കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ ഈ പടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന 4 ഫ്രണ്ട്സുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ്, കുറച്ച് പ്രേമം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പ്രണയമൊക്കെ വരുന്നുണ്ട്. ഇൻസിഡൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യാൻ വേറൊരാൾക്ക് പറ്റുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, പിന്നെ അവർ തമ്മിൽ പൊളിറ്റിക്കലി പ്രോബ്ലംസ് ഉണ്ട്. ഒരു ഒഴിവിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രോബ്ലംസ് കാണിച്ചിട്ട് ആ ഒഴിവ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നൊരു മൂവി. അതിൽ കുറച്ച് പുരാതനമായിട്ട് കുറച്ച് ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ കഥകളൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് പോകുന്നില്ല. അത് കഥ പറഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ടിപ്പു സുൽത്താൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ആ സ്ഥലത്താണ് ഇവർ പഠിക്കുന്ന കോളേജ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു മൂവി. അതിൽ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല സ്പോയിലർ കണ്ടൻറ്റ് ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ പോകുന്നില്ല. ഇപ്പോൾ 4 പിള്ളേർ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. അരുൺ അജിൻ കുമാർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സാഫ് ബോയിലെ പയ്യൻ കിഡു ആണ്. അരുൺ പ്രദീപ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സന്ദീപ് പ്രദീപ്, അതുപോലെ സ്വരാജേട്ടന്, ഷർഫിദൻ, ഇവർ 2 ആൾ കോളേജിൽ പ്രൊഫസേഴ്സായിട്ട് വരുന്ന ആളുകളാണ്. ഇവർ 2 ആൾ കിഡ് പെർഫോമൻസാണ്. അപ്പോൾ പിള്ളേരൊക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ പൂജ മോഹൻരാജ്, നിരഞ്ജന അനൂപാണ് ഒരു നായികയായിട്ട് വരുന്നതിന്. സഫാവിലെ പയ്യനുണ്ട്. രാജേഷ് മുരുകേശനാണ് ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തത്. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജ് ക്യാമ്പസ് നടക്കുന്ന സംഭവമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു കഥയാണ്. അത് അത്യാവശ്യം കാര്യങ്ങൾ ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് ജോണറിൽ എടുത്തുള്ളൊരു മൂവിയാണ്. നമ്മൾ ഇതിഹാസം എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതായിട്ട് ഇങ്ങനെ പോകുന്നൊരു മൂവി 2 മണിക്കൂർ 5 മിനിറ്റ് നേരം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സംഭവമുണ്ട്. ഞാൻ അത്യാവശ്യം ചിരിച്ചു. ഇൻ്റർവെൽ ഒരു ചെറിയ സ്ലോ ബേസിൽ പോയാലും ഇൻ്റർവെല്ലിനോട് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് തന്ന് ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. എന്നാൽ വലിയ പൊട്ടിച്ചിരി അല്ല പറയണം. അത്യാവശ്യം നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ക്യാമ്പസിൽ ആ ഒരു നടക്കുന്ന കുറച്ച് 4 പേരുടെ ടീമിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ നല്ല രസമായിട്ട് പടം ചെയ്തിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഫാലിമിയിലെ പയ്യനെ നമ്മളൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കിഡ് പെർഫോമൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും മോശമെന്നല്ല പറയണം, എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷേ എസ്പെഷ്യലി ഇവൻ കിഡുമായിട്ടുണ്ട്. അവൻ്റെ കുറച്ച് എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്, ചിരിയൊക്കെ ഉണ്ട്. പടം കാണാൻ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു പടം ചിരിക്കാനൊക്കെ ഉണ്ട്. പോയി കാണാം. ഒരു 1 ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ചെറിയ മൂവി, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്കത് നഷ്ടമാവില്ല. നിങ്ങൾ ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു മുതലിനുള്ള സാധനം അതിലുണ്ട്. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക. ബൈ.